ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ മുടി ഒരു നാനോപ്ലാസ്റ്റി ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റൻ ചെയ്തു, സ്മൂത്തൻ ചെയ്തു, കെരാട്ടിൻ ചെയ്തു, ബോട്ടോക്സ് എല്ലാം ചെയ്ത മുടിയാണ്. അപ്പോൾ ഇതങ്ങ് ഒത്തിരി കളറും ചെയ്യുന്നുണ്ട്, നരയുള്ളതുകൊണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കളർ ചെയ്യുന്നതുകൊണ്ട് മുടി അങ്ങ് റഫായി, നല്ലതായിട്ട് റഫായി. ഇവിടെ എല്ലാം നല്ല ഭയങ്കര പിരിപിരിപ്പ് പോലെ. അപ്പോൾ അതെല്ലാം മാറ്റാൻ നമുക്ക് നാനോപ്ലാസ്റ്റി ചെയ്യാം. അപ്പം ഞാൻ ഇയർ ടു ഇയർ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ബാക്കി വലിയ കുഴപ്പമില്ലാതെ കിടക്കണം. ഇയർ ടു ഇയർ ആണ് ഈ കൂടുതലും കളർ ചെയ്യുന്നതിനനുസരിച്ച് ഇത് വല്ലാതെയാവുന്നത്. അപ്പോൾ ഈ ഫ്രിസ്നെസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇയർ ടു ഇയർ നാനോപ്ലാസ്റ്റി ചെയ്യാമേ. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരാമേ. വെൽവെറ്റ് ബീൻ്റെ ആണ് നാനോപ്ലാസ്റ്റി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഫസ്റ്റ് ഷാംപൂ വാഷിങ് ചെയ്യാം. 2 പ്രാവശ്യം ഷാംപൂ വാഷിങ് ചെയ്തിട്ട് വേണം ക്രീം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം ഷാംപൂ വാഷിങ് ചെയ്യട്ടെ കേട്ടോ. ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നു, ഇനി ക്രീം അപ്ലൈ ചെയ്യാൻ പോവുക. നല്ല ഫ്രിസി ആയിട്ടായിരിക്കണം, കണ്ടോ? ഇതേ സ്റ്റേജാണ് മുടിയുടെ. അതിപ്പോൾ ഈ കളറെല്ലാം ചെയ്താണ് ഇങ്ങനെ വന്നത്. ഇനിയിപ്പോൾ ക്രീം പുരട്ടിയിട്ട് ബാക്കിയൊക്കെ കാണിക്കാം. ഇനി നമ്മളതിനെ കവർ ചെയ്യണം ശരിക്കും. പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഷവർ ക്യാപ്പാണ്, അത് വെച്ചാണ് കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അല്ലാത്ത ഇത് കിട്ടും കവർ ചെയ്യാനായിട്ട് വേറെ. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂൾ കംപ്രസ്സാണ് ചെയ്യുന്നത്. കൂളായിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ പോട്ട് ചെയ്യാൻ പറ്റുന്നത് കൂളാണ് കൊടുക്കുന്നത്. ശരിക്കും കൂളാക്കി ഉണക്കിയിട്ട് ഇനി നമ്മളത് അയൺ ചെയ്യും. അങ്ങനെ അതെല്ലാം നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയി. ഇനിയിപ്പോൾ നമ്മൾ അയൺ ചെയ്തെടുക്കട്ടെ. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കളർ ചെയ്ത മുടിയുണ്ടല്ലോ, ഗ്രേ ഹെയർ ആയിരുന്നു. അപ്പൊ അതിന് ഞാൻ ബർഗണ്ടി കളറാണ് ചെയ്യുന്നത്. ആ കളറെല്ലാം ഡിമ്മായിട്ട് ഒരു കോപ്പർ കളറായിട്ട് മാറും. പിന്നെ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ കളർ ചെയ്യാം. ഒരു കോപ്പർ കളറായി നിൽക്കുകയാണ്. ഇതിന്റെ ഫൈനൽ സ്റ്റേജ്. ഇനി നാളെയാണ് ഷാമ്പൂ ഇട്ടിട്ട് കണ്ടീഷണർ ചെയ്ത് നല്ല സോഫ്റ്റായി. ആ ഫ്രിസ്നെസ് ഒക്കെ മാറി നല്ല കളർ മങ്ങിയത്. അത് നമ്മൾ കെരാട്ടിന് നാനോപ്ലാസ്റ്റി എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കളർ പോകും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രേ ഹെയർ ആയതുകൊണ്ട് ബർഗണ്ടി കളർ ഇടുന്നതുകൊണ്ട്, ആ കളർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ മാറുന്നത്. അതിന് 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് കളർ മാറ്റിയിടാം. ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ്. നാളെ ഷാമ്പൂ വാഷിങ് കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് മുടി. ഇന്നലെ നാനോപ്ലാസ്റ്റി ചെയ്ത മുടിയാണ്, ഇന്നിപ്പോൾ വാഷ് ചെയ്യാണ്. വാഷ് ചെയ്തിട്ട് കളറും ചെയ്യും. കാരണം കളറല്ല ഇവിടെ ഡിമ്മായി. ഇനിയപ്പോൾ അത് വൃത്തികേടാ. അപ്പോൾ അത് കാരണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കളറും കൂടെ ചെയ്തിട്ട് ബാക്കി കാണാമേ. മുടി ഷാമ്പൂ വാഷിങ്ങും പിന്നെ കണ്ടീഷണറും കഴിഞ്ഞ് ഇപ്പൊ ഈ കണ്ടീഷനിലായി പിന്നത്തെ മുടി. ഇനിയിപ്പോൾ ഇതിനെ ഇപ്പം ഇത്രയും അങ്ങ്
കളർ കുറഞ്ഞത് കൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായി. ഒത്തിരി കളർ കുറവായി. കാരണം നമ്മൾ ചെയ്ത കളറെല്ലാം പോയി. അതുകൊണ്ടാണ്. പിന്നെ ഇതിന്റെ മേളിൽ ഞാൻ എന്റെ കളർ സ്ഥിരം ചെയ്യുന്ന കളറുണ്ട് ബർഗണ്ടി. അപ്പൊ അതൊന്ന് ചെയ്യാൻ പോവാം. അപ്പൊ അത് ചെയ്തിട്ട് ബാക്കി എങ്ങനെ കാണിക്കാമേ. കളറെല്ലാം കഴിഞ്ഞു, വാഷ് ചെയ്തു. ഇവന്റ് ബർഗണ്ടി കളർ ഇതാണ് സ്ഥിരം ചെയ്യാറുള്ളത്. അത് കറക്റ്റായി, നല്ല കറക്റ്റായി കിട്ടി. ഇത് കുഴപ്പമില്ല. ഒരു നാനോപ്ലാസ്റ്റിയും ഒരു കളറും എല്ലാം കഴിഞ്ഞ് മുടി ഇതേ കണ്ടീഷനിലായി. ഓക്കെ, താങ്ക് യു. നല്ല സോഫ്റ്റായി, നല്ല സോഫ്റ്റായി. പക്ഷെ ഈ കളർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ റഫായി പോകുന്നു. കളർ ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം കുറച്ച് നരയുള്ളതുകൊണ്ട് കളർ നമ്മൾ ഇടയ്ക്ക് ചെയ്യും. അപ്പൊ പിന്നെയും റഫാകും. അന്നേരം ഇതുപോലെ നാനോപ്ലാസ്റ്റിയോ ബോട്ടോക്സോ കെരാറ്റിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ മുടി റഫാകും. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ സ്പായ പ്രോട്ടീനൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മുടി അധികം പൊഴിയാതിരിക്കുന്നത്. ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുടി പൊഴിയും. അപ്പൊ ഇടയ്ക്ക് സ്പായും പ്രോട്ടീനും ചെയ്യണം, ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, ഇതുപോലെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ കെരാറ്റിൻ ചെയ്തു തരാം. റഫായ മുടി അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റി ചെയ്യാതെ ഏതെങ്കിലും ചെയ്യാം നമുക്ക്. സ്ട്രൈറ്റൻ ചെയ്തും കളർ ചെയ്തും റഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുടി അങ്ങ് എല്ലാം ഉണ്ടാവും. അപ്പൊ അതിന് നമുക്ക് ഇടയ്ക്ക് ഇത് ചെയ്താൽ മതി. പിന്നെയും ഇത് നമ്മൾ കളർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ വരും. പക്ഷെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, താങ്ക് യു.